പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലാസറിനെ ഈശോ ഉയർപ്പിക്കുന്നതിന് മുമ്പുള്ള ചില സാഹചര്യങ്ങളുടെയും മേഖലകളുടെയും യോഹന്നാൻ നൽകുന്ന വിവരണമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലാസർ രോഗബാധിതനായ മരണാസന്നനായപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ആൾക്കാരെ വിട്ടു. പക്ഷെ ഈശോ പറഞ്ഞു, ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിന് മഹത്വം നൽകാൻ, അതുവഴി ദൈവപുത്രന് മഹത്വം നൽകാൻ വേണ്ടിയുള്ള ഒരു പശ്ചാത്തലമാണ് അതെന്ന് ഈശോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ വിവരിച്ചു, യേശു മർത്തായെയും മറിയത്തെയും സഹോദരനായ ലാസറിനെയൊക്കെ സ്നേഹിച്ചിരുന്നു. അതിനെക്കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ആ വാക്ക് ഒരു അഗാപ്പെ എന്ന് പറയുന്ന ആ ഒരു സ്നേഹമാണ്. അഗാപ്പെ എന്ന് പറയുന്ന ദൈവസ്നേഹമാണ്. അത് ഗ്രീക്ക് വാക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയും, എന്നാൽ ഫിലൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹം, സുഹൃത്ത് ബന്ധം, അത് തമ്മിലുള്ള വ്യത്യാസത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയും കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ശ്രമിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യേശു ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും താൻ താമസിച്ച സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. 2 ദിവസം കൂടി ചെലവഴിച്ചു എന്ന് മാത്രമല്ല, അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. അപ്പം ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? ഒരു വലിയ ദുരന്തത്തിൻ്റെ വാതിൽ അവർ കാണുന്നുണ്ട്. കാരണം യേശുവിനെ ശത്രുക്കൾ പിടികൂടാൻ പോകുന്നു എന്നുള്ള വിവരം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല, ഈ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശു പിന്നീട് എന്തു ചെയ്തു എന്നും കൂടി ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 54-ാം തിരുവചനത്തിൽ 53 അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 54-ാം തിരുവചനത്തിൽ പറഞ്ഞു, യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. എന്നാൽ 57-ാം തിരുവചനത്തിൽ കാണുന്നു, അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടത് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും കൽപ്പന കൊടുക്കുകയും ചെയ്തിരുന്നു. അത് പിന്നീടുണ്ടായ സംഭവമാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് മനസ്സിലായി, യേശുവിനോടുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ അധികാരികളുടെ പ്രതികരണം മോശമാണ്. ജനങ്ങളുടെ പ്രതികരണം വലിയ പ്രതീക്ഷയും പ്രത്യാശയും അവർ യേശുവിൽ വെച്ചിരിക്കുന്നു. കാരണം അവൻ വരാൻ പോകുന്ന മിശിഹായാണ്, രോഗികളെ സുഖപ്പെടുത്തുന്നു, പാവങ്ങളോട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അധികാരമുള്ള ഈ ഫരിസയരെ നിയമജ്ഞരെ പോലെയുള്ള ധാർഷ്ട്യമോ കാർക്കശ്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പേരിലുള്ള ക്രൂരതകളല്ല, അവൻ കാരുണ്യത്തിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ യേശുവിൻ്റെ കൂടെയുണ്ട്. പക്ഷേ അധികാരികൾക്ക്, ആലോചനാ സംഘത്തിന്, ഭരണസമിതിക്ക്, സാൻഹെദ്രിന് യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് പേടിയുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നിന്നെ കല്ലെറിയാൻ അവർ നോക്കിയിരിക്കുക, അപ്പം നീ പോവുകയാണോ? അപ്പം ഈശോ പറഞ്ഞു, പകലിന് 12 മണിക്കൂറില്ലേ, പകൽ നടക്കുന്നവൻ കാൽ തട്ട് വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ട് വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഇവിടെ പകല് രാത്രി എന്ന 2 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ വലിയൊരു സത്യം അവതരിപ്പിക്കുക. ഈ പകൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാർ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ജീവിത കാലഘട്ടത്തെ പകൽ എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ജീവിത കാലഘട്ടത്തെയാണ് പകൽ എന്ന് പറയുക. അതായത് നമ്മൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി അനുവദിച്ചു തന്നിരിക്കുന്ന കാലഘട്ടം, അതിനെ പകലെന്ന് വിളിക്കാം. അപ്പം രാത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ യൂദാസ് അയോഗ്യതയോടെ അപ്പം ഭക്ഷിച്ചപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചുവെന്നും പിന്നീട് അവൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് അവൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ്,
ആ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. 13-ാം അധ്യായം 30-ാം തിരുവചനം. രാത്രി. അപ്പോൾ പകല് രാത്രി എന്നീ രണ്ട് വാക്കുകൾ തമ്മിലൊന്ന് വ്യത്യാസം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഭരണ മേഖലയ്ക്ക് പുറത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി സാത്താൻ്റെ ഭരണ മേഖലയിലേക്കുള്ള പ്രവേശനത്തെ അവിടെ പറഞ്ഞിരിക്കുകയാണ് 30-ാം തിരുവചനത്തിൽ. 13-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രാത്രി എന്ന് പറഞ്ഞാൽ ദൈവിക പ്രകാശമോ ദൈവിക നിയന്ത്രണമോ ഗൈഡൻസ് സഹായം ഒന്നും കിട്ടാത്ത ദുരാത്മാവിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ഒരു സമയം. അപ്പം ഇങ്ങനെ കൂടെ ചിന്തിക്കുക. പകലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പകലിന് അനേകം ഗുണങ്ങളുണ്ട്, നന്മയുണ്ട്, ചൂടുമുണ്ട്, പ്രകാശമുണ്ട്, എല്ലാം വ്യക്തമായി കാണാം. നമ്മുടെ കണ്ണിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ പകലാണുള്ളത്. എന്നാൽ രാത്രിക്ക് ചൂടില്ല, സൂര്യനിലൂടെയുള്ള ചൂടില്ല, സൂര്യനുള്ള പ്രകാശമില്ല. മാത്രമല്ല കണ്ണ് ഈ ലോകത്ത് പലതുണ്ടെങ്കിലും അവയൊന്നും കാണാൻ പറ്റില്ല. കാരണം അവയെ നമ്മുടെ കണ്ണിൽ കൊണ്ടുവന്ന് ആ കണ്ണ് അവിടെ ചെന്ന് ആ വസ്തുവിനെ തിരിച്ചറിയാനുള്ള പ്രകാശം അതിനിടയ്ക്കില്ല. ഇതിനിടയ്ക്കുള്ള പ്രകാശമാണ് ആ വസ്തുവിനും എൻ്റെ കണ്ണിനും ഇടയ്ക്കുള്ള പ്രകാശം, ആ വസ്തുവിലുള്ള പ്രകാശം. ഇതാണ് എന്നെ അത് കാണാൻ സഹായിക്കുന്നത്. എന്നാൽ രാത്രി ഇതില്ല. പക്ഷേ മറ്റൊരു കാര്യം, രാത്രി ഇങ്ങനെയൊക്കെ കാണാൻ പറ്റില്ലെങ്കിലും രാത്രിക്ക് വേറെ ഒരു ഗുണമുണ്ടെന്ന് ഒരു കൂട്ടർ പറയും. അതെന്താണ്? എൻ്റെ നിഗൂഢ പ്രവർത്തികൾ, എൻ്റെ രഹസ്യ മേഖലകൾ, എൻ്റെ ദൈവികം ഇല്ലാത്ത ജീവിത മേഖലകൾ ആരും കാണാത്തൊരു സമയമാണ്. ഞാൻ രഹസ്യമായി ചെയ്യുന്നതോ രഹസ്യമായി എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതോ ദൈവികമല്ലാത്തതോ ആയ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ എനിക്ക് ഒളിപ്പിച്ച് മറച്ചു വെക്കാവുന്ന സ്ഥലമാണ് ഈ ഇരുള്, രാത്രി. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ വില അറിയുന്ന ഒരു സമയമാണെന്നും കൂടെ വേണം ചിന്തിക്കാം. പോസിറ്റീവായിട്ട് നോക്കാം. വെളിച്ചത്തിൻ്റെ വില അറിയുന്ന രാത്രിയിലാണ്. വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നതും വെളിച്ചത്തിൻ്റെ വില അറിയുന്ന രാത്രിയിലാണ്. മറ്റൊരു മോശമായ വശം, ഈ രാത്രി ആയതുകൊണ്ട് ആരും എന്നെ കാണുന്നില്ല. ഈ 1000 സൂര്യനേക്കാളും കാഴ്ചയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും തെളിച്ചമുള്ള തമ്പുരാൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട് ഈ രാത്രിയിൽ പോലും എന്നും ഞാൻ അറിയാതെ ഈ ഇരുളിൻ്റെ മറവിൽ എനിക്കെല്ലാം ചെയ്യാമെന്ന് ചിന്തിച്ചു പോകുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ദുരാത്മാവ് വിളയാട്ടം നടത്തുന്നത്, നേട്ടം നേടുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, പകല് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായിട്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ നമ്മൾ കാൽ തട്ടി വീഴില്ല. ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവിക പ്രകാശമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുള്ള, ദൈവിക ജ്ഞാനമുള്ള, ദൈവിക ജീവനുള്ള എൻ്റെ ജീവിത കാലഘട്ടത്തെ പകൽ എന്ന് വിളിക്കാം. എനിക്ക് നഷ്ടപ്പെട്ട ആ ജീവിത കാലഘട്ടത്തെ ദൈവത്തിൻ്റെ പ്രകാശവും ജീവനും ശക്തിയും എനിക്കില്ലാത്ത, ഊർജ്ജമില്ലാത്ത, തിന്മയുടെ ഊർജ്ജം മാത്രമുള്ള, തിന്മയുടെ ശക്തിയുടെ പിൻബലമുള്ള ആ കാലഘട്ടത്തെ രാത്രി എന്ന് വിളിക്കാം. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഇവിടെയാണ് വേറൊരു വചനമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത്. ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഈശോ പറയുന്നു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ രാത്രിയായാലും പകലായിരുന്നാലും ഭൗതികമായിട്ട്, ലൗകികമായിട്ട്, രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും ഈശോ ഉള്ളിലുണ്ടെങ്കിൽ, ഈശോ കൂടെയുണ്ടെങ്കിൽ, യേശു ആകുന്ന പ്രകാശം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, യേശു ആകുന്ന പ്രകാശം എൻ്റെ മുമ്പിൽ വഴി തെളിക്കുന്നുണ്ടെങ്കിൽ, രാത്രിയിലും പിശാചൻ്റെ ഭരണ മേഖലകളുള്ള സ്ഥലത്തും എനിക്ക് തട്ടി വീഴാതെ മുന്നേറാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല. ഈശോ മുമ്പിൽ നടക്കുക. അപ്പോൾ തൊട്ടുപുറകെ ഞാനുണ്ടെങ്കിൽ അനുഗമിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. തൊട്ടുപുറകിലുണ്ട് ഞാൻ, യേശുവിനെ അനുഗമിക്കുക. അപ്പം ഞാൻ അന്ധകാരത്തിൽ നടക്കില്ല. കാരണം ജീവൻ്റെ പ്രകാശം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ജീവൻ ഈശോ ആണെന്ന് യോഹന്നാൻ 14:6 ഈശോ തന്നെ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ ജീവൻ്റെ പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ വചനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, അവിടുത്തെ രക്ഷാകര ബലിയുടെ യോഗ്യതയിലൂടെ ഈ ജീവൻ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. നമ്മൾ സ്വീകരിക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ വായിക്കുന്നു, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്.
അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇവിടെ പിറവിക്കുരുടനെ സുഖപ്പെടുത്താൻ പോയി ഈശോ ആണ് പറഞ്ഞത്, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതായത് സ്വർഗത്തിൽ ചെന്നാൽ ഈശോ സ്വർഗത്തിൻ്റെ പ്രകാശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വർഗത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിന് വല്ല ഗുണമുണ്ടോ? ഉണ്ട്. ആരുടെ ഹൃദയത്തിൽ സ്വർഗമുണ്ടോ? അപ്പോൾ എന്താ സ്വർഗം? സ്വർഗം സമം ദൈവം, നരകം സമം പിശാച്. ദൈവസാന്നിധ്യത്തിൽ നിറവ്, അതാ സ്വർഗം. ദ പെർഫെക്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. നരകം എന്താ? ദ പെർഫെക്റ്റ് പ്രസൻസ് ഓഫ് ഡെവിൾ. വേറൊരു വാചകത്തിൽ പറഞ്ഞാൽ ദ പെർഫെക്റ്റ് ആബ്സെൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണമായ അഭാവം, പിശാചിൻ്റെ സാന്നിധ്യ നിറവ്, അതാണ് നരകം. അതായത് നരകം സമം പിശാച്, സ്വർഗം സമം ദൈവം. അപ്പം ആ സ്വർഗത്തിൻ്റെ പ്രകാശമാണ് ഈശോ. ആ ഈശോയെ ആരെല്ലാം സ്വീകരിക്കുന്നുവോ, ആരെല്ലാം ഹൃദയത്തിൽ ദൈവികത നിറച്ചു വെച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ സ്വർഗത്തിൻ്റെ പ്രകാശം ഈ ഭൂമിയിലുണ്ടാകും. അവര് ഇരുള് നിറഞ്ഞ മരണത്തിൻ്റെ ഇരുള് മൂടിയ താഴ്വരയിലൂടെ നടന്നാൽ പോലും, സങ്കീർത്തനം 23:4, മരണത്തിൻ്റെ ഇരുള് മൂടിയ താഴ്വരയിലൂടെ നടന്നാൽ പോലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. അപ്പം ഇവിടെ മരണത്തിൻ്റെ ഇരുള് മൂടിയ താഴ്വര, ഇവിടെയാണ് പിശാചിൻ്റെ ഭരണമേഖല. അവിടെ നടക്കുന്ന യേശു സംവാഹകര്, യേശുവിനെ വഹിക്കുന്നവര്, യേശുവിൻ്റെ ജീവനം നിറഞ്ഞവർക്ക് ഈ ലോകത്തിൻ്റെ സ്വാധീന ബന്ധന ഉപദ്രവങ്ങൾ അവരെ നശിപ്പിക്കുകയില്ല. ബുദ്ധിമുട്ടുകളുണ്ടാക്കുമെന്ന് ഈശോ പറഞ്ഞു. യോഹന്നാൻ 16:33, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കും. You will have tribulations in the world, but take courage, I have conquered the world. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ധൈര്യമായിരിക്കാൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതായത് ഈ ലോകത്തിൽ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. മരണത്തിൻ്റെ ഇരുമൂടിയ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദേവനായ സാത്താൻ, യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11 ഈശോ പറഞ്ഞു ഈ ലോകത്തിൻ്റെ അധികാരി. 2 കൊരിന്തോസ് 4:3-4 പൗലോസ്ലേഹ പറഞ്ഞു ഈ ലോകത്തിൻ്റെ ദേവൻ. ലൂക്കാ 4:5-6 പിശാച് തന്നെ പറഞ്ഞു ലോകത്തിൻ്റെ അധികാരി താനാണെന്ന്. അവന് നമ്മെ പീഡിപ്പിക്കാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും, നമ്മുടെ ശക്തി ചോർത്തി കളയാനായിട്ടൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ശക്തി ചോർന്നു പോകാത്തവരും പീഡനത്താൽ തകർന്നു പോകാത്തവരും യേശു ഉള്ളിലുള്ളത് കൊണ്ട് ഒരിക്കലും പരാജയപ്പെടാത്തവരുമായിട്ട് മാറും നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്നാൽ. ആ ചേർന്ന് നിൽക്കുന്ന യേശുവിൽ ആയിരിക്കുന്ന, യേശു ഉള്ളിലായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നാൽ അവർ തട്ടി വീഴുകയില്ല, അവർ കാൽ വഴുതി വീഴുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു അവരെന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന, കല്ലെറിയാൻ ആഗ്രഹിക്കുന്ന, ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഇടയിലേക്ക് ഞാനിപ്പോൾ പ്രകാശമായിട്ട് ചെല്ലാൻ പോവുക. കാരണം ഈശോ അതിനുവേണ്ടിയാണ് വന്നത്. ഈ ലോകം മുഴുവനും ഇരുള് നിറഞ്ഞതായിരുന്നു, അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈശോ വന്നത്. ഈശോ പറഞ്ഞു ഞാനങ്ങോട്ട് പോവുക. എന്നിട്ട് പകലിനെ കുറിച്ച് ഈശോ വിശദമാക്കി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് 11-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നു, യോഹന്നാൻ 11:11, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ രോഗിയാണെങ്കിൽ അവർ ഗൗരവമാണ്. പക്ഷെ ഇവിടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം അല്പം വേദന കുറവുണ്ട്, സൗഖ്യമുണ്ടെന്നല്ലേ, എന്നാൽ സുഖം പ്രാപിക്കും. അപ്പോൾ ഈശോയ്ക്ക് ഇവിടെ വെച്ച് തന്നെ സുഖപ്പെടുത്താനുള്ള എന്തോ ശക്തി അങ്ങോട്ട് അയക്കാൻ പറ്റിയെന്നുള്ള ധ്വനി അതിലുണ്ടായിരുന്നിരിക്കാം. ഈശോ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ 14-ാം വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. മരിച്ച സമയം ലാസർ ഈശോ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 15-ാം തിരുവചനത്തിൽ ഈശോ പറയുന്ന വചനമാണ് വളരെ ശ്രദ്ധേയമായത്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അതായത് ഒരു വലിയ സത്യം ഈശോ പറയുകയാണ്. ലാസറിൻ്റെ രോഗം അത് മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് യോഹന്നാൻ 11:4 ഈശോ പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കാനും വേണ്ടിയുള്ളതാണ്.
അതിന് യേശു ലാസർ മരിക്കുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളുടെ ഒരു വിവരണം വളരെയേറെ ആഴത്തിലും ഗൗരവത്തിലും പഠിക്കേണ്ടതാണ്. ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അപ്പം അപ്പസ്തോലന്മാരുടെ ഇടയ്ക്ക് എല്ലാവരും ഭയപ്പെട്ടായിരിക്കുന്നത്. ആ ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു അപ്പസ്തോലൻ തോമാസ് ലീഹ, ദീദിമോസ് എന്ന തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഇതിനെ വചനം വളച്ചൊടിക്കുന്നവരോ അല്ലെങ്കിൽ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കുന്ന ചിലരോ പറയുന്നത് ഒരു നിഷേധാത്മക വികാരത്തോടെ അല്പം കളിയാക്കിക്കൊണ്ട് അവനോട് അങ്ങോട്ട് പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവർ കല്ലെറിഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോവുക, വാടാ നമുക്കും പോയി ചാകാം. നല്ല ധ്വനിയൊന്നും അല്ല ഉള്ളതെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ അതേ ശൈലിയിലുള്ള സംഭവിക്കാൻ പോകുന്ന നന്മയുളവാക്കുന്ന അഭിഷേകമുള്ള ചില വാക്കുകൾ അവരുടെ അത്തരങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രധാന പുരോഹിതനായ കയ്യാഫാസിലൂടെ എല്ലാവരും നശിക്കാതിരിക്കേണ്ടതിനെ ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്നുള്ള വാക്ക് വന്നതുപോലെ തോമാസ് ലീഹായുടെ ഒരു നല്ല തിരുമൊഴി ലോകത്തിലേക്ക് വന്നതാണ്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഈ വാക്ക് കേട്ടപ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ഒരു നല്ല മനസ്സോടെ, അതായത് യേശു മരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് മരിക്കാം, അങ്ങനെ ഒരു ചിന്തയോടെ പോയതായിരിക്കാം. ഏതായിരുന്നാലും ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ, രണ്ട് യേശുവിൻ്റെ കൂടെ പോയി മരിക്കുക, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലും ഒരാദർശവും ചൈതന്യം നൽകുന്ന ഒരു തിരുവചനവുമായി മാറട്ടെ. നമ്മളും ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ സംവഹിക്കുന്നവരും യേശുവിൻ്റെ ചൈതന്യത്താലും പ്രകാശത്താലും നിറഞ്ഞവരും ഇരുള് നിറഞ്ഞ ലോകത്തിൽ യേശുവിനെ സംവഹിക്കുന്നവരായി ആ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. വചനം പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ മേഖലയിൽ എത്രയോ പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. യേശു സംവാഹകരാകേണ്ട നമ്മൾ, യേശുവിൻ്റെ പ്രകാശം നമ്മളിലൂടെ പ്രസരിപ്പിക്കേണ്ട നമ്മൾ എത്രയോ തവണ ഇരുട്ടിൻ്റെ മക്കളായി മാറിയിട്ടുണ്ട്. എത്രയോ തവണ പ്രകാശം പ്രസരിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അപകടമുള്ളവരായി മാറിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് ചുറ്റും കറുത്ത പെയിൻ്റ് അടിച്ചാൽ, കറുത്ത ഒരു കോട്ടിങ് അതിന് ചുറ്റുമുണ്ടെങ്കിൽ അകത്തുള്ള പ്രകാശം എത്ര വലുതാണെങ്കിലും പുറത്ത് ദൃശ്യമാവില്ല. ആ പ്രകാശത്തിൻ്റെ നന്മ ലോകത്തിന് കിട്ടില്ല. എന്നാൽ സുതാര്യമായൊരു ഗ്ലാസ് ആണെങ്കിൽ, ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ, ആ ഗ്ലാസ്സിലൂടെ പ്രകാശം ചുറ്റും പ്രസരിച്ചുകൊള്ളും. എന്ന് മാത്രമല്ല, ഒരു എണ്ണ വിളക്കിൻ്റെ ചില്ലുകൂട് ഈ പ്രകാശം പുറത്തേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, പുറത്തുള്ള കാറ്റടിച്ച്, ലോകത്തിൻ്റെ കാറ്റടിച്ച് ഈ ദീപനാളെ കെടാതിരിക്കാൻ അതിന് പൊതിയുന്ന ഒരു വിളക്കും കൂടിയായിട്ട് മാറും. യേശുവിനെ ലോകത്തിൽ എല്ലാവർക്കും ജീവൻ കൊടുക്കുന്ന ജീവസ്രോതസ്സായി, പ്രകാശത്തിൻ്റെ ഉറവിടമായി നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ യേശു ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ആ നിറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ ചൈതന്യം എല്ലായിടത്തേക്കും പ്രസരിപ്പിക്കുന്നവരെ നമ്മൾ മാറണമെന്ന് ബൈബിളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അങ്ങോട്ട് യാചിക്കുന്നു. ഞങ്ങളെ പ്രകാശം നിറഞ്ഞവരും പ്രകാശം പരത്തുന്നവരും ഈ ലോകത്തിൻ്റെ അന്ധകാരം അകറ്റുന്നവരുമാക്കി മാറ്റണേ ഈശോയെ. ഞങ്ങളുടെ ഓരോ ദിവസത്തെയും നിമിഷത്തെയും ജീവിതത്തിൽ പ്രകാശം ഉള്ളിൽ നിറഞ്ഞും പ്രകാശം ലോകത്തിലേക്ക് പ്രസരിപ്പിച്ചും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും വചനത്തിൻ്റെ ജീവൻ കൊണ്ട്, ശക്തി കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. രോഗികളെ എല്ലാവരെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കൃപയൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിശക്തി കൊണ്ട് എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് രോഗശാന്തി വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അത് 2-3 തവണ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു. കണ്ണിന് കാര്യമായ അസുഖമുള്ള, കണ്ണിലിങ്ങനെ കുത്തുന്ന വേദനയുള്ള, ഞരമ്പിന് തകരാറ് വന്ന ആളെ സുഖപ്പെടുത്തുന്നു. അത് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞ സൗഖ്യം കിട്ടിയാൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. മൈക്ക് കൊടുത്തു. ഈ നിൽക്കുന്ന സഹോദരിയുടെ പേരെന്താണ്? എൻ്റെ പേര് അൽഫോൻസിയ തങ്ക. ഫോൻസിയ തങ്ക. വീട് എവിടെയാ? കൊല്ലം സംഗേഷ് മുക്ക്.
എന്താ അപകടം ഉണ്ടായത്? എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, തല ചുറ്റി ഞാൻ മറിഞ്ഞു വീണിട്ട് എൻ്റെ തല പൊട്ടി പെരുമ്പഴി എറ്റോയ്മെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നായിരുന്നു സംഭവം? കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി മെനഞ്ഞാന്നാ ഡിസ്ചാർജ് ആയത്. കണ്ണിനകത്ത് രക്തം കെട്ടി അതിന്റെ അടിച്ചുകൊണ്ട് സ്ഥലമായി ഇതിങ്ങനെ. എന്താ അടിച്ചുകൊണ്ടത്? അവിടെ ചൊറിച്ചിലും കണ്ണിനകത്ത് അവിടെ കല്ലിടിച്ചുകൊണ്ട് എന്നിട്ട് അവിടെ വേദന ഉണ്ടായി. സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ചൊറിച്ചിലും കണ്ണിനകത്ത് മണ്ണ് ഇങ്ങനെ വാരിയിട്ട പോലെ വേദന. ഈ ഡ്രോപ്സ്, ഐ ഡ്രോപ്സ് അതിനൊഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതുവരെ ഞാൻ ആ വിളിച്ചു പറയുന്ന സമയം വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വേദനയില്ല. സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദനയും മാറി, കണ്ണിന്റെ എല്ലാ വേദനയും മാറി. സകല മരുന്നുകളുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. കർത്താവ് വചനമയച്ച് സുഖപ്പെടുത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ അൽഫോൻസിയ തങ്കമെന്ന് ഈ പറയുന്ന സഹോദരി 2 ആഴ്ച മുമ്പ് വീണ് പരിക്ക് പറ്റി കണ്ണ് കല്ലിനിട്ട് ഇടിച്ച് അവിടെ ഞരമ്പിന് കേടുപറ്റി സൂചി കൊണ്ട് കുത്തുമ്പോഴുള്ള വേദന ഈ മരുന്നുമായിട്ട് വന്നതാണ്. ഈ വചനം പറയുന്ന സമയം വരെ കണ്ണിന് വേദനയായിരുന്നു. പക്ഷേ ആ മെസ്സേജ് കർത്താവ് വെളിപ്പെടുത്തിയത് ഇവിടെ വിളിച്ചു പറഞ്ഞ് ഉടനെ ആ നിമിഷം തന്നെ കണ്ണിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ മുതൽ കർത്താവ് ഈ സന്ദേശം വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ എത്ര തവണ വിളിച്ചു പറഞ്ഞു? ഇത് ഒരു 5 തവണയെങ്കിലും വിളിച്ചു പറഞ്ഞു. ഓക്കെ, 5 തവണയെങ്കിലും രോഗശാന്തി വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് ഈ സഹോദരിക്ക് അത് ബോധ്യമായത്. 5 വർഷം മുമ്പ് ചിക്കുൻ ഗുന്യ വന്നിട്ട് ഈ കാലിന് നീരും വേദനയുമായി. നേരത്തെ എങ്ങനെ നടന്നിരുന്നെന്ന് കാണിച്ച്, ചട്ടി നടന്നിരുന്നത് കാണിച്ച്. അതെങ്ങനെയാന്ന് കാണിക്കൂ, ശരിക്കും അഭിനയിച്ചേ. വലിയ ഞൊണ്ടല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ശരിക്കും നടക്കാൻ പറ്റല്ല, ഞൊണ്ടിയാണ് നടന്നിരുന്നത്, ചട്ടിയാണ് നടന്നിരുന്നത്. ഇപ്പോൾ കാലിലെ നീരും പൂർണ്ണമായി മാറി, വേദന പൂർണ്ണമായി മാറിയോ? നീരുമില്ല, ഒരു വേദനയില്ല, ഒട്ടുമില്ല. നടക്കുമ്പോൾ ഒരു പ്രയാസമില്ല. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷത്തോളം. ചിക്കുൻ ഗുനിയ വന്നതാണ്. അപ്പോൾ ഈ വലിയ സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേര് റോസമ്മ കുര്യൻ, വീട് മൂവാറ്റുപുഴ. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന കൃഷ്ണൻ എന്ന സഹോദരൻ കോട്ടപ്പടി, അതായത് പെരുമ്പാവൂരല്ലേ, പെരുമ്പാവൂരാണ് വീട്. 8 വർഷമായി ഈ വലത് ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ട് ചെവി പൊട്ടി പഴുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ സമയത്ത് ഇടത് ചെവി അടച്ചു പിടിച്ചിരിക്കുകയാണ്. പേരെന്താ? കൃഷ്ണൻ. വീട് എവിടെയാ? കോട്ടപ്പടി. എത്ര വയസ്സായി? 60. മൈക്കില്ലാതെ മൈക്കിലൂടെ ഒക്കെ പറയുന്ന സ്വരം എല്ലാം ചെവിയിലൂടെ കേൾക്കും. നേരത്തെ ഇങ്ങനെ ഈ വലത് ചെവിയിലൂടെ കേൾക്കുന്നില്ലായിരുന്നു. വലത് ചെവി കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ശരിക്കും കേൾക്കാം. ഡോക്ടറെ കാണിച്ചിരുന്നോ? കാണിച്ചിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? പഴുപ്പ് മാറി. അപ്പൊ ചെവി കേൾക്കണ്ടായിരുന്നില്ല. ഡോക്ടർ അത് കേൾക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറാത്ത 8 വർഷമായിട്ട് കേൾവി ഇല്ലാതിരുന്ന ചെവിക്ക് കർത്താവ് ഇപ്പോൾ കേൾവി കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.